മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തെ ആദ്യം ഞെട്ടിച്ച സബീന കൊലക്കേസ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് കീഴിലാണ് റോയ് കുര്യാക്കോസ് എന്ന മനുഷ്യന് 2 വർഷം ജയിലിൽ കഴിയേണ്ടി വരുന്നത്. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, പിന്നീട് അതേ കൊലപാതകം നടത്തുന്നു. കണ്ടിരുന്നവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, കൊന്നവൻ ഒരു മാനിയാക്ക് തന്നെ. സ്വഭാവ ദൂഷ്യങ്ങൾ ഏറെയുള്ള റോയ് കുര്യാക്കോസിനെ അറസ്റ്റ് ചെയ്യുന്നു. നാളുകൾക്കിപ്പുറം കേട്ടുകേൾവിയില്ലാത്ത മറ്റൊരു കഥയിലേക്ക് കേസ് ചുരുളഴിക്കുന്നു. ജയിലിൽ കിടന്ന് തന്നെ സ്വന്തം നിരപരാധിത്വം തെളിയിക്കുന്നു. അങ്ങനെ ജോയ് കുര്യാക്കോസ് എല്ലാവർക്കും ഒരു അത്ഭുതമാകുന്നു. സബീന 49 വയസ്സുള്ള മധ്യവയസ്കയായ സ്ത്രീ, സാമൂഹ്യനീതി വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥ, സ്വതവേ എല്ലാവരോടും സഭ്യമായ പെരുമാറ്റം. തീപിടുത്തത്തിന് 2 മാസം മുൻപ് വരെ ഭർത്താവുമായിട്ടാണ് റോസ്വില്ലയിൽ താമസിച്ചിരുന്നത്. വേർപിരിവിന് ശേഷം ആ വീട്ടിൽ അവർ ഒറ്റയ്ക്കായിരുന്നു. മെയ് 20 അന്നാ രാത്രിയിൽ ആയൂർപ്പാറയിൽ റോസ്വില്ലയിൽ തീപിടിക്കുന്നു. രക്ഷാപ്രവർത്തകർ എത്തുന്നതിന് മുമ്പ് തന്നെ വീട് പൂർണ്ണമായും കത്തിയിരുന്നു. അസ്വാഭാവികത തോന്നുമെങ്കിലും തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മറ്റാള് ഷോട്ട് എടുക്കണ്ടേ? അതിനിപ്പോ കറണ്ടൊന്നും ഇല്ലല്ലോ. അതെങ്ങനെയും എടുക്ക. സ്പോട്ടിലെത്തിയപ്പോൾ അറിയാൻ സാധിച്ചത് ആ വീട്ടിൽ താമസിച്ചിരുന്ന സബീൻ എന്ന് പറയുന്ന സ്ത്രീയെ കാണാനില്ലെന്നും 100 മീറ്റർ അകലെ ഒരു സ്ഥലത്തിൽ നിന്ന് അവർ മൃതശരീരം കണ്ടെത്തുകയുമായിരുന്നു. അവരുടെ ശരീരത്തിൽ 14 അടങ്ങളിൽ എന്തോ മൂർച്ചയുള്ള ആയുധം വെച്ച് ഏൽപ്പിച്ച മുറിവുകളുണ്ടായിരുന്നു, പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു, അതിനുപരി കടിച്ച പാടുകളുണ്ടായിരുന്നു. തെളിവുകൾ സൂചിപ്പിച്ചത് തീപിടുത്തം നടക്കുന്ന സമയത്ത് സബീന ആ വീടിനോ വീടിന്റെ പരിസരത്തോ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായത് റോസ്വില്ല കത്തിയെരിയുമ്പോൾ സബീന ആ വീട്ടിലോ വീടിന്റെ പരിസരത്തോ ജീവനോടെ ഉണ്ടായിരുന്നു. അവളുടെ ശ്വാസകോശത്തിൽ നിന്നും പുകയുടെയും കരിയിലയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹം കണ്ടുനിന്ന ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഒരേ ഒരു ചിന്തയുണ്ടായിരുന്നു. കൊലയാളി അതിക്രൂരനും നിഷ്ഠൂരമായ മാനസികാവസ്ഥയ്ക്ക് ഉടമയാണ്. ആര് കൊന്നു, എന്തിനു കൊന്നു? ഈ ചോദ്യങ്ങളെല്ലാം അവശേഷിക്കുന്നു. റോസ്വില്ലയ്ക്കും സബീനയുടെ ശരീരം ലഭിച്ച സ്ഥലത്തിനുമിടയിൽ നിന്നും രക്തക്കറ പുരണ്ട ഒരു ചുവന്ന ടീഷർട്ട് കണ്ടുകിട്ടുന്നു. രാസപരിശോധനാ ഫലത്തിൽ അത് സബീനയുടേതാണെന്ന് കണ്ടെത്തുന്നു. തീപിടുത്തം നടന്നത് പെട്രോളിൽ നിന്നാണെന്നും കണ്ടെത്തുന്നു. സബീനയുടെ ഭർത്താവ് മാത്യുവിന് ചോദ്യം ചെയ്തതിൽ നിന്നും അയാൾ അന്ന് കൂട്ടുകാരോടൊപ്പം എറണാകുളത്ത് ആയിരുന്നു എന്നും തെളിഞ്ഞിരുന്നു. കുറ്റവാളി എന്ന് സംശയിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു. സാമൂഹ്യ പ്രവർത്തകയായ സബീനയ്ക്കുമേൽ വധഭീഷണി മുഴക്കിയ റോയ് കുര്യാക്കോസ്. സ്വഭാവദൂഷ്യത്തിനാൽ പലവട്ടം ജയിലിൽ പോയ ആളാണ് റോയ് കുര്യാക്കോസ്. സ്വന്തം ഭാര്യ ഉപദ്രവിച്ച സംഭവങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. മകളുടെ വളർത്തവകാശം സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും തനിക്ക് ലഭിക്കണമെന്നും പറഞ്ഞ് അയാൾ സബീനയുടെ ഓഫീസിനെ സമീപിച്ചു. അന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. സബീനെ കൊലപ്പെടുത്തുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റോയി കുര്യാക്കോസിനെ അറസ്റ്റ് ചെയ്യുന്നു. കുര്യാക്കോസിൻ്റെ ഭാര്യയുടെ മൊഴിപ്രകാരം അയാൾ ദേഷ്യം വരുമ്പോൾ അക്രമാസക്തനാകുകയും ആൾക്കാരെ കടിക്കുകയും ചെയ്തിരുന്നു. ഇത് സാധൂകരിക്കും വിധമാണ് സബീനയുടെ ദേഹത്തുണ്ടായിരുന്ന കടിയേറ്റ പാടുകൾ. ഇത് പിന്നീട് ഫോറൻസിക് ഓഡന്റോളജിസ്റ്റിൻ്റെ അന്വേഷണത്തിൽ നിന്നും വെളിവായത് മുറിപ്പാടിൽ 6 പല്ലുകൾ ഉണ്ടായിരുന്നുവെന്നും കുര്യാക്കോസിൻ്റെ മുൻനിരയിൽ 4 പല്ലുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ്. ശിക്ഷാവിധി റോയ്ക്ക് എതിരായിരുന്നു. 15 വർഷത്തേക്ക് അയാളെ തടവിലാക്കി.
ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കാരണം തന്നെ ഞാൻ ജയിലിൽ കിടന്ന കെട്ടിൽ പോലും കിടന്നില്ല. എൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ ഞാൻ കുറേ ചോദിച്ചു, DNA ടെസ്റ്റ് അടക്കം ചോദിച്ചു, അതുപോലെ അവർ സമ്മതിച്ചില്ല. ആറ് മാസങ്ങൾക്ക് ശേഷം വിശ്വസിക്കാനാവാത്ത ഒരു സംഭവം ഉണ്ടായി. റോയുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടാവുകയും കേസന്വേഷണത്തിന്റെ ഭാഗമായി റോയ് കണ്ടെത്തിയ രേഖകളെല്ലാം കത്തി നശിച്ചു. ഈ കേസിനെ പറ്റി അറിഞ്ഞപ്പോഴാണ് ഞാൻ റോയിനെ കാണാനായി ജയിലിൽ പോകുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഇതിന്റെ കേസ് ഫയൽസ് എല്ലാം കത്തി നശിച്ചു. പിന്നീട് ഇതിന്റെ കോപ്പീസിനെ ഞങ്ങൾ അപേക്ഷ നൽകിയിരുന്നു. കോപ്പീസ് നോക്കുമ്പോഴാണ് അറിയുന്നത് റോസ്വില്ലിന്റെ ഉടമസ്ഥനായ വർഗീസും തന്റെ ഭാര്യ റോസും തന്ന മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതുകൂടാതെ റോസിന്റെ മൊഴി പ്രകാരം തീപിടുത്തം നടന്ന അന്ന് രാത്രി വർഗീസിന്റെ സ്വഭാവത്തിൽ എന്തോ സംശയമുണ്ടെന്നും പറഞ്ഞു. റോസ് മൊഴിയിൽ പറഞ്ഞത് അന്ന് ആ ദിവസം വർഗീസ് ആ വീടിന്റെ ചുറ്റും എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. പിന്നീട് അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് സബീനയുടെ മൃതദേഹം കിട്ടിയത്. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ആളെ കൊന്നത് ഒരാൾക്കൊരു കത്തിയുണ്ട്. ആളുടെ അവസാനം നിമിഷം എൻ്റെ കുട്ടികൾ പിന്നെ ഞാൻ പൂട്ടാൻ വരുക. ആളെ എനിക്ക് തിരിച്ചു പറഞ്ഞാണ്. ആളാ സമയത്ത് ബാറിലായിരുന്നു, ഒന്നും ചെയ്തിട്ടില്ല. ആളെ നമ്മുടെ സ്ഥലമാണ്. പോലീസിൻ്റെ ആൾ നേരത്തെ പോയായിരുന്നു. വർഗീസിനും ചില സ്വഭാവദൂഷ്യങ്ങളുണ്ടായിരുന്നു. മുൻപ് വർഗീസിന്റെ പേരിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന്റെ ഒരു കേസുണ്ടായിരുന്നു. അയൽവാസി ചോദ്യം ചെയ്തപ്പോൾ അറിഞ്ഞത് സബീന മരിച്ച ദിവസം സബീനയും വർഗീസും തമ്മിൽ അടിയുണ്ടായി എന്നാണ്. റോയ് കത്തെഴുതി പിറ്റേ ദിവസം കേരളം കേട്ട വാർത്ത വർഗീസ് ആത്മഹത്യ ചെയ്തു എന്നാണ്. കുറ്റം തെളിയിക്കാനുള്ള അവസാനത്തെ മാർഗം വർഗീസിന്റെ മകൾ അനീറ്റയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവളുടെ DNA സാമ്പിളുകൾ ശേഖരിക്കാനും അത് ടെസ്റ്റ് ചെയ്യാനുമായി കോടതിയുടെ അപേക്ഷിക്കുകയുണ്ടായി. പിന്നീട് കോടതി അത് അപ്രൂവ് ചെയ്തു. കുറ്റാന്വേഷണത്തിന്റെ ഭാഗമായി ടീഷർട്ടിലെ വൈറ്റ് മാർക്ക് റോയ് കുര്യാക്കോസിന്റെ ജീത് കസൻ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിരുന്നു റോയ് കുര്യാക്കോസിന്റെ വൈറ്റ് മാർക്ക് അല്ല എന്നാണ്. പിന്നീട് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് ഡിസ്കസ് ചെയ്യുന്നു. പിന്നീടാണ് കോർപ്പറേറ്റ് നമ്മൾ DNA ടെസ്റ്റ് ഫോർവേഡ് ചെയ്തു. ആ ഷർട്ട് റീ ഇൻവെസ്റ്റിഗേഷൻ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കത് കുറെ വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് DNA റിക്കവർ കുറച്ച് പാടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഫ്ലൂറസെന്റ് ആയിട്ട് യൂസ് ചെയ്ത് ആ വൈറ്റ് മാർക്ക് ഏരിയയിൽ നിന്ന് മാക്സിമം DNA നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നീട് ആ DNA സാമ്പിൾ DNAയും കിട്ടിയ DNA നമ്മൾ അനീറ്റയുടെ DNA നമ്മൾ ക്രോസ് മാച്ച് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായത് അത് അനീറ്റയുടെ അച്ഛൻ വർഗീസിന്റെ DNA ആണെന്ന് പറയാം. നൂതന സാങ്കേതിക വിദ്യകളായ DNA ഫിംഗർ പ്രിന്റിംഗും ഫോറൻസിക് ഓഡിറ്റോളജിയുടെയും സഹായം കൊണ്ട് തന്റെ ദൃഢനിശ്ചയം കൊണ്ട് റോയ് കുര്യാക്കോസ് അങ്ങനെ 2 വർഷങ്ങൾക്കിപ്പുറം തന്റെ നിരപരാധിത്വം തെളിയിച്ച് ജയിൽ മോചിതനായി.